സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെയും ഗുണ്ടകളെ ഉപയോഗിച്ച് പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തുന്ന ബ്ലേഡ് മാഫിയകളെയും അവസാനിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ഓപ്പറേഷൻ കുബേരയിലൂടെ മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. KSFയുടെ 505ാമത് ശാഖ മുതുകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു നിയമവും ബാധകമല്ലാതെ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ 100-150% പലിശ വാങ്ങുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും അനുവദിക്കില്ല, ഏത് പാർട്ടിക്കാരനാണെങ്കിലും. അപ്പൊ നമ്മുടെ ലക്ഷ്യം അനധികൃതമായ പണമിടപാടുകൾ നിർത്തുക എന്നുള്ളതാണ്. ന്യായമായ പണമിടപാടുകൾക്ക് നമ്മൾ എതിരല്ല. എല്ലാവരും നിയമത്തിലേക്ക് വരിക. ചിട്ടിൽ ഇവിടെ അതാണ് KSFയുടെ പ്രാധാന്യം. ബഹുമാനായ സുഹൃത്ത് ശ്രീ ജോസ് ഇവിടെ വിശദീകരിച്ചു. KSF ഒരിക്കലും ബ്ലേഡ് കമ്പനി അല്ല. അങ്ങനെ പ്രചരണം നടത്തുന്ന ആളുകൾ ഉണ്ട്. അവര് KSFയുടെ പ്രവർത്തനത്തെ, അതിലൂടെ പറഞ്ഞ് ശരിയാണ്, KSFയുടെ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ തോതിലുള്ള ചൂഷണം തൊഴിലാക്കി മാറ്റിയ ആളുകൾ ഇവിടെ ഉണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ ഇന്ന് വളരെ സജീവമാണ്. ആഴ്ചതോറും ചിട്ടികൾ നടത്താൻ മുന്നോട്ട് വന്നാൽ പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയ അനുഗ്രഹമായിരിക്കും. 1000 രൂപ അടച്ച് 50 മാസം കൊണ്ട് 50,000 രൂപയുടെ ചിട്ടി, അല്ലെങ്കിൽ 40,000 രൂപയുടെ ചിട്ടി പാവപ്പെട്ട ആളുകൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ചിട്ടികൾ, അങ്ങനെ ചെറിയ ചെറിയ ലോണുകൾ. ഇന്നിപ്പോ ഒരു പ്രശ്നമുണ്ടാക്കും. ഓപ്പറേഷൻ കുബേര ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് വായ്പ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഓപ്പറേഷൻ കുബേരയിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകില്ലെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി നിയമപരമായി പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്നും അറിയിച്ചു. കുടുംബശ്രീയുമായി സഹകരിച്ച ചെറിയ ചിട്ടികൾ തുടങ്ങണമെന്നും താഴെത്തട്ടിലുള്ളവർക്ക് പ്രയോജനമാകും വിധം ചെറിയ വായ്പകൾ KSF ആരംഭിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ KSF ചെയർമാൻ PT ജോസ് അധ്യക്ഷത വഹിച്ചു. KSF മാനേജിംഗ് ഡയറക്ടർ P രാജേന്ദ്രൻ, ബ്രാഞ്ച് മാനേജർ മുഞ്ഞനാട് രാമചന്ദ്രൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു.